പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ മുകളിൽ, അതായത് വ്യോമ മേഖലയിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇപ്പോൾ റോന്തു ചുറ്റുകയാണ്. അതായത് നമ്മുടെ റഫാല്, മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്? സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമുണ്ടായാൽ നമ്മളതിനെ യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്നും ആക്രമണം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിലെ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ എയർഫോഴ്സിൻ്റെ കേന്ദ്രങ്ങളൊക്കെ തകർത്താണ്. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നോട്ടാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് നമ്മുടെ വ്യോമാതിർത്തിക്ക് സമീപം ചില വിമാനങ്ങളൊക്കെ പറത്തുന്നു, അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു എന്നുള്ളത് നമ്മുടെ റഡാർ കണ്ടെത്തി. അങ്ങനെയാണ് നമ്മളും നോട്ടാം പ്രഖ്യാപിച്ചത്. അതായത് നോട്ടീസ് ടു എയർമെൻ, ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില പരിശീലനങ്ങൾ, ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ നമ്മൾ മിസൈലൊക്കെ പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് യാത്രാ വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് ഒരു അസാധാരണ സാഹചര്യത്തിലാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചില കോപ്പുകൂട്ടൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മസൂദ് അസർ എന്ന് പറയുന്ന പഹൽഗാം ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ സൂത്രധാരൻ വളരെ പെട്ടെന്ന് ബഹൽപൂരിൽ നിന്ന് അയാൾ POKയിലേക്ക് മാറുന്നു. എന്തിനാണ് അവിടേക്ക് മാറുന്നത്? അവിടെ ഈ പാകിസ്ഥാൻ്റെ ഭീകര സംഘടനകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇതേ തുടർന്ന് CRPFൻ്റെ കൂടുതൽ ബറ്റാലിയനെ നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുന്നു. മാത്രമല്ല, നമ്മുടെ അതിർത്തി പ്രദേശത്ത് നേരത്തെ വിന്യസിച്ചിരുന്ന കരസേനയും വ്യോമസേനയും ഒന്നും തന്നെ നമ്മൾ പിൻവലിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്കാണ് ഈ മിറാഷ് 2000 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ രംഗപ്രവേശം. അവർക്കറിയാം കാർഗിൽ യുദ്ധസമയത്ത് നമ്മൾ ഈ യുദ്ധവിമാനം ഉപയോഗിച്ച് നടത്തിയ ആക്രമണം ഇനി ഇപ്പുറത്തേക്ക് മാറിയാലോ. നമ്മൾ റഫാൽ യുദ്ധവിമാനം ഉപയോഗിച്ച് പഹൽഗാമിനെ തിരിച്ചടി നൽകിയത് എത്രത്തോളം രൂക്ഷമാണെന്നും പാകിസ്ഥാൻ തിരിച്ചറിയാൻ കഴിയും. അപ്പം നോട്ടാം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചില വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവാം ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവുമായി ഒരു കൂടിക്കാഴ്ച ഏതാനും ദിവസം മുമ്പ് നടത്തിയിരുന്നു. ഇതിന് ശേഷം പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. പിന്നീട് രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ 3 സൈനിക മേധാവികളെയും വിളിച്ചു ചേർത്തൊരു യോഗം നടത്തുന്നു. ഈ യോഗങ്ങളെല്ലാം കൂടി നടന്നപ്പോൾ എന്തോ അരുതാത്തത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ലോകത്തിലെ മാധ്യമങ്ങൾ തന്നെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മീറ്റിങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചത്. അതായത് 3 ദിവസത്തെ എയർ അഭ്യാസം, അതായത് വ്യോമ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള എയർ ഡ്രില്ലുകളൊക്കെ സംഘടിപ്പിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കുന്നതിന് മറ്റ് ചില പ്രാധാന്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ കരസേനയ്ക്ക് ഇതുവരെ വ്യോമ സഹായം ലഭിച്ചിരുന്നില്ല. ഇതാദ്യമായിട്ട് കരസേനയെ സഹായിക്കാനായിട്ട് 3 ഹെലികോപ്റ്ററുകൾ നമ്മൾ വാങ്ങി. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആക്രമണ ശക്തിയുള്ള ഹെലികോപ്റ്റർ, അതാണ് അപ്പാച്ചെ. അതിൽ 3 എണ്ണം നമ്മൾ വാങ്ങി. അങ്ങനെ കരസേനയ്ക്ക് അത് സഹായവുമായി നൽകിയ ഉടൻ തന്നെ ഇത് രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തി മേഖലയിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ മധ്യ ദക്ഷിണ മേഖലകളിൽ അവർ വ്യോമ പരിശീലന പരിപാടി സംഘടിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് നമ്മുടെ കരസേനയും പുതിയ ഹെലികോപ്റ്ററുകളെ നേരെ അങ്ങോട്ടേക്ക് വിടുന്നത്. മാത്രമല്ല, ഈ യാത്രാ വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് നോട്ടാം നടത്തുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ രാജസ്ഥാൻ മേഖലയിലേക്ക് നമ്മൾ ചില നീക്കങ്ങൾ നടത്തുന്നത് അതായത് അവിടുത്തെ വ്യോമാതിർത്തി ശുദ്ധീകരിക്കാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ, ഇതൊക്കെ ഉദ്ദേശിച്ചാണ് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നമ്മൾ വ്യോമാഭ്യാസം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് 413 ഡ്രോണുകളും മിസൈലുകളും രാജസ്ഥാൻ അതിർത്തി ലക്ഷ്യമാക്കിയാണ് അവർ അയച്ചത്. ഇതെല്ലാം നമ്മൾ തടഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ബാർമർ, ജയ്സാൽമർ, ബിക്കാനീർ, ശ്രീഗംഗാനഗർ എന്നിവിടങ്ങളിലേക്കാണ് ഈ ആക്രമണം നടത്തിയത്. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള പ്രദേശത്ത് നമ്മൾ വ്യോമാഭ്യാസ പ്രകടനം നടത്തുമെന്ന് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് പാകിസ്ഥാൻ ഏതോ തരത്തിലുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നു. അസിം മുനീർ എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു ഫീൽഡ് മാർഷൽ അല്ലെ സൈനിക മേധാവി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾ അയാളെ കണക്കാക്കാൻ തുടങ്ങി. ഇത് വലിയ നാണക്കേടാണ്.
പാക് പ്രസിഡന്റ് പദവി സ്വപ്നം കാണുന്ന അസിം മുനീറിന് ജനങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കണമെങ്കിൽ പരമ്പരാഗത ശത്രു എന്നറിയപ്പെടുന്ന ഇന്ത്യക്ക് മേൽ ഒരു വിജയം നേടണം. അതുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തണം. ആ ആക്രമണത്തിൽ വിജയം നേടി എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ജനതയ്ക്ക് മുമ്പിൽ, സൈന്യത്തിന് മുമ്പിൽ തൻ്റെ ഇമേജ്, തൻ്റെ പവർ വീണ്ടെടുക്കണം. ഇതാണ് ലക്ഷ്യം. മാത്രമല്ല, ആണവ ആയുധം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു മേധാവിയാണ് എന്നൊരു അഹംഭാവം വെച്ചു പുലർത്തിയിരുന്നു. മാത്രമല്ല, അവരുടെ ആയുധങ്ങൾ ഇന്ത്യയെ ഭയപ്പെടുത്തുമെന്നും കരുതി. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കിയും ചൈനയും നൽകിയ ആയുധങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആക്രമണ സാധ്യതകളെയും നമ്മൾ തടഞ്ഞു നിർത്തി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ അത്രത്തോളം ശക്തമായിരുന്നു. അങ്ങനെ ഇറാൻ മുമ്പ് കാണിച്ചതുപോലെ, ഇറാഖ് മുമ്പ് കാണിച്ചതുപോലെ ഒരു ആധിപത്യം കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം തകർന്നു. തുർക്കിക്കും വലിയ സ്വാധീനമില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനാണ് ഇനി ഇസ്ലാമിക രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് വരുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതിൻ്റെ കുന്തമുനയാണ് നമ്മൾ ഒടിച്ചത്. അതിനൊരു മറുപടി നൽകണമെങ്കിൽ അസിം മുനീറിന്, അല്ലെ പാക് പട്ടാളത്തിന് ഇന്ത്യയിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തണം. അതാണ് മസൂദ് അസർ എന്ന് പറയുന്ന അവരുടെ ഭീകര നേതാവ് പെട്ടെന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലേക്ക് വരുന്നത്. അതായത് ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ ഇന്ത്യ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലായിരിക്കും. അവിടുത്തെ ഭീകരവാദികൾ നമ്മളെ എതിർക്കാൻ വരും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭീകരവാദികളെ യൂണിഫോം ഇല്ലാത്ത പട്ടാളക്കാരെന്നാണ് ഈ അസിം മുനീർ പോലും വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും യൂണിഫോം ഇട്ട പട്ടാളക്കാർ വരുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ, ജിഹാദ് നടത്തുക. ഇത്തരത്തിലൊരു നീക്കം നടത്താൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞാണ് ഇന്ത്യ ചില നീക്കങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പോരാട്ടങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, അതിൻ്റെ വിലയിരുത്തൽ നടത്തുന്നു. ഭാവിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നമ്മൾ ഈ മെയ് 7 മുതൽ 10 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ ആക്രമണത്തിൽ ശത്രുക്കളുടെ മുനയൊടിച്ചത് ലോക രാജ്യങ്ങൾ കണ്ടതാണ്. അപ്പം പാകിസ്ഥാനെ മറ്റേതെങ്കിലും രാജ്യം ഇനി സഹായിക്കാൻ മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതോടുകൂടി പാകിസ്ഥാൻ്റെ ഇമേജ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു. സമാനമായ രീതിയിൽ പാകിസ്ഥാൻ പട്ടാളത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യക്ക് നേരെ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തണം, ഇതിനാണ് ശ്രമിക്കുന്നത്. അതിനിപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് കാശ്മീർ കേന്ദ്രീകരിച്ച് അവിടെ ചില ഭീകരവാദ സംഘടനകളെ കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഈ നോട്ടാം പ്രഖ്യാപിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 3 സൈനിക മേധാവിമാർ കൂടിക്കാഴ്ച നടത്തിയത്. നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ യുദ്ധത്തിനായിട്ട് നമ്മൾ നാളത്തെ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത്യന്താധുനിക ഡ്രോണുകൾ, അതുപോലെ തന്നെ മിസൈലുകളൊക്കെ നമ്മൾ പരീക്ഷിച്ചതിനർത്ഥം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു, അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നീക്കം നടത്തുന്നു. ഇപ്പം നമുക്കറിയാം, ആകാശ് പ്രൈം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ്. റഷ്യയുടെ S-500 കിടപിടിക്കാൻ കഴിയുന്നത്. കൂടാതെ പൃഥ്വി 1, അഗ്നി 2 തുടങ്ങിയ മിസൈലുകളും നമ്മൾ പരീക്ഷിച്ചു. കൂടാതെ നമ്മൾ കാതക് എന്ന് പറയുന്ന ഒരു ഡ്രോൺ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ക്യാറ്റ്സ് വാരിയേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഡ്രോണും അണിയറയിൽ ഒരുങ്ങുന്നു. ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഭീഷണിയെ നേരിടാൻ വേണ്ടിയാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് അസിം മുനീറിന് പതുക്കെ കടന്നു വരണമെങ്കിൽ ഇന്ത്യക്ക് മേലൊരു ആധിപത്യം സ്ഥാപിച്ചുവെന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യക്ക് മുമ്പിൽ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ അസിം മുനീറിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മേൽ ചില ഭീഷണികൾ വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്നത്. കൃത്യമായ മറുപടി നമ്മൾ നൽകുന്നു. അതായത് അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിച്ചിട്ടില്ല. ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ച എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമുക്കുമേൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി മാറുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മിറാഷ് 2000, റഫാൽ, അതുപോലെ തന്നെ മിഖ, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല 3 ദിവസങ്ങളിലാണ് അവിടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. ഈ അഭ്യാസ പ്രകടനങ്ങളിലൂടെ കൃത്യമായ നിരീക്ഷണവും അതുപോലെ തന്നെ വിലയിരുത്തലും ഒക്കെ നടത്തുന്നുണ്ട്. കരസേനയ്ക്കായിട്ട് പുതുതായി എത്തിച്ചു കൊടുത്ത 3 ഹെലികോപ്റ്ററുകൾ അതിപ്പോൾ അവിടെ ഏതാണ്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കരസേനയ്ക്ക് സഹായമായി നിൽക്കുന്നു. ഇനി കറാച്ചിയെ ലക്ഷ്യമാക്കി നമ്മുടെ നേവിയൊക്കെ നേരത്തെ തയ്യാറെടുത്ത് നിന്ന
ആ നേവി ഇപ്പോഴും അതേ സ്ഥലത്ത് കൃത്യമായ നിരീക്ഷണം നടത്തി നിലയുറപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ എന്തോ ചൊറിഞ്ഞു തുടങ്ങുന്നുണ്ട്, ഇന്ത്യ കൃത്യമായ അടി കൊടുത്തു തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ.